ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യൽ ഡേ ആണ്, എൻ്റെ ജന്മദിനം. നമ്മളൊക്കെ ജന്മദിനം പല രീതിയിലാണ് ആഘോഷിക്കൽ. പക്ഷെ നമ്മളൊക്കെ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്തുകൊണ്ട് നാളെ നമ്മുടെ സമൂഹം ഓർക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഓർമ്മക്കപ്പെടാനോ രീതിയിലുള്ള ഒന്നും നമ്മൾ ചിലപ്പോൾ മറന്നു പോകില്ല. നമ്മുടെ ആഘോഷങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ മാത്രം ഒതുങ്ങിക്കൂടലാണ് സാധാരണ സംഭവിക്കൽ. പക്ഷെ ഞാൻ എൻ്റെ ജന്മത്തിൽ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് നാളെ സമൂഹം ഓർക്കപ്പെടാനും നമുക്കും ഓർമ്മിപ്പിക്കപ്പെടാനും കുറേ ഓർമ്മകൾ കിട്ടുന്ന രീതിയിൽ പാവപ്പെട്ട കുറച്ച് ആളുകളെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കൊരു നേരത്തെ ഒരു സന്തോഷം അല്ലെങ്കിൽ അവർക്കൊരു നേരത്തെ ഒരു ഭക്ഷണം അല്ലെങ്കിൽ അവർക്കൊരു നേരത്തെ ഒരു സാമ്പത്തിക സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അത്തരത്തിലൊരു രീതിക്കുള്ള ഒരു ജന്മദിന ആഘോഷമാണ് ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കുറച്ച് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് ആളുകളെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സമൂഹത്തിൽ നമ്മൾ എപ്പോഴും കൂടെ നിർത്തേണ്ട, ചേർത്ത് പിടിക്കേണ്ട കുറച്ച് കുരുന്ന മനസ്സുകളെയും അതേപോലെ തന്നെ കുറച്ച് മുതിർന്ന ആളുകളെയും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ കൂടെയുള്ള ഒരു ദിവസമാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ കാണാം അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ. നമ്മൾ അവിടുന്ന് വാഹനം നിർത്തിയ ശേഷം ഇങ്ങനെ ഒരു ഇടവഴി ഇങ്ങനെ റബ്ബർ തോട്ടത്തിലൂടെ ഇങ്ങനെ കയറി ഒരു ഉൾപ്രദേശത്തേക്ക് എത്തിക്കുകയാണ്. നമ്മൾ ഏകദേശം വീടെത്തിയിട്ടുണ്ട്. എൻ്റെ ഒരു ജന്മദിനായിരുന്നു, അപ്പോൾ നിങ്ങളെ കാണാൻ വന്നതാണ്. മഹിമഹാസീനൻ മഹിമയും കനിമോള് ഇറങ്ങട്ടോ, ഒന്ന് ഇറങ്ങട്ടെ. ഈ ഒരു വഴിയിലൂടെയാണ് ആ കുട്ടിക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ റോഡിലേക്ക് കയറുന്നത്. നമുക്ക് തന്നെ ആരോഗ്യമുള്ള നമ്മൾ തന്നെ ഈ വഴിയിലൂടെ വന്ന് സത്യം പറഞ്ഞാൽ ക്ഷീണിച്ചു. കാരണം അത്രയും കയറ്റിറക്കങ്ങളും അങ്ങനെയുള്ള സ്ഥലമാണ്. അപ്പോൾ ആ കുട്ടി എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ആ ഒരു വീട്ടിലേക്ക് വരുന്നതും പോകുന്നതും. സ്വന്തം വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിലുള്ള പാതയാണിത്. പാത എന്ന് പറയാൻ പറ്റില്ല, ഒരു ഇടവഴി. അതിലൂടെ ശരിക്കും കാലിന് സുഖമില്ല, കയ്യിന് സുഖമില്ലാത്ത ഒരു കുട്ടി എങ്ങനെയാണ് ഇത്രയും ദിവസം ഇത്രയും വർഷങ്ങളായിട്ട് ഇത് പോകുന്നതെന്ന് മനസ്സിലാവാത്തത്. അപ്പോൾ ആ കുടുംബം ഒരുപാട് പ്രയാസത്തിലാണ്. വീടില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല, വീട്ടിലേക്ക് വഴിയില്ല. എല്ലാം പടച്ചോൻ ശരിയാക്കി കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു ലൊക്കേഷൻ കൂടി ഉണ്ട്. 2 ലൊക്കേഷൻ കൂടി, ഇതേപോലെ 2 ലൊക്കേഷൻ കൂടി നമുക്ക് കാണാനും വിസിറ്റ് ചെയ്യാനുണ്ട്. അവിടെ പോവാം. അസ്സലാമലൈക്കും. സംസാരിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.